ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവ് ഒരിക്കൽ ഗദരദേശത്ത് ഭൂതം ബാധിച്ചിരുന്ന ഒരു യൗവനക്കാരനെ തേടിപ്പോയി. അവിടെ വിശുദ്ധ ബൈബിളിൽ ആ ഭാഗം വായിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ ചെയ്തതും പ്രസ്താവിക്കുവാനായിട്ട് യേശു കർത്താവ് ആ യൗവനക്കാരനോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോലും ഒറ്റപ്പെടൽ അനുഭവിച്ച്, കാരണം വീട്ടുകാർക്ക് പോലും അവനോട് അടുത്തു വരാൻ ഭയമായിരുന്നു. ആരാലും അവനെ ബന്ധിക്കുവാൻ ആ തരത്തിൽ അവൻ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടു പോയൊരു വ്യക്തിയായിരുന്നു. അവനെ എല്ലാവർക്കും പേടിയായിരുന്നു. ആ യൗവനക്കാരൻ അവനെ ഏതെങ്കിലും നിലയിൽ ചങ്ങലക്കിട്ടാൻ ശ്രമിച്ച് കുറച്ചു പേര് ചങ്ങലക്കൊക്കെ ഇട്ട് അവനെ ബന്ധിച്ചുവെങ്കിലും ആ ചങ്ങല വരെ ഉരുമി പൊട്ടിച്ച് അവൻ കല്ലറകളിൽ അഭയം പ്രാപിച്ച വ്യക്തിയാണ്. അവനെ ആരും സ്നേഹിക്കാനില്ലായിരുന്നു. അവൻ്റെ അടുത്തേക്ക് എല്ലാവർക്കും പോകാൻ ഭയമായിരുന്നു. എന്നാൽ യേശു അവനെ തേടിപ്പോയി. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിൽ വന്നു പതിച്ച പ്രതിസന്ധികൾ കൊണ്ട്, ഇല്ലായ്മകളും ലഹരിയുടെ അടിമത്തങ്ങളും, അതുപോലെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയിൽ താങ്കൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയാകാം. എന്നാൽ ഏതൊറ്റപ്പെടലിൻ്റെ നടുവിലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്തു നിന്ന്, ഒറ്റപ്പെടലുകളിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന സകലവിധ പ്രതികൂലങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു യേശുവുണ്ട്. ആ യേശു കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. ഇവിടെ നോക്കിയേ, തൻ്റെ വീട്ടിൽ ചെന്ന്, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാൻ പറയണമെങ്കിൽ, വീട്ടിൽ ആരൊക്കെയോ ഭാരപ്പെട്ട് ഇവൻ്റെ ഈ അവസ്ഥ കണ്ട് അടുത്തുപോലും ചെല്ലാൻ കഴിയാത്ത, ഇവനെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഭാരം അനുഭവിക്കുന്നവർ വീട്ടിലുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ വീട്ടിൽ നകന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ കൊണ്ട് വീട്ടിലോട്ട് അടുക്കാൻ കഴിയാതെ, ബന്ധുമിത്രാദികളുടെയോ മാതാപിതാക്കളുടെയോ കുടുംബത്തിൻ്റെയോ അടുത്തേക്ക് ചെല്ലുവാൻ പോലും കഴിയാതെ, കുറ്റബോധം കൊണ്ട് ഭാരപ്പെടുന്നൊരു വ്യക്തിയാകാം താങ്കൾ. എന്നാൽ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ പറയട്ടെ, യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും ചുറ്റുപാടുള്ളവരുടെയും ഒക്കെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന്, പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന്, ലഹരിയുടെ ആസക്തിയിൽ നിന്ന്, നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന സകല പൈശാചിക പോരുകളിൽ നിന്ന് നിങ്ങളെ യേശു വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയോ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് ഭവനത്തിൽ പോലും തിരിച്ചു ചെല്ലുവാൻ കഴിയാതെ, തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ കൊണ്ട്, പൈശാചിക പോരാട്ടങ്ങൾ കൊണ്ട്, ലഹരിയുടെ ആസക്തികൾ കൊണ്ട്, കർത്താവേ, ഭവനത്തിൽ പോലും തിരിച്ചു ചെല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാതെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാകണമേ. സകല പൈശാചിക പോരുകളെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകയാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ, ലഹരിയിൽ തകരുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കുടുംബത്തിൽ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് യേശു കർത്താവ് ചെയ്ത വിടുതലിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച് പറയത്തക്ക നിലയിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.